അല്ല സെക്കൻഡ് ഹാഫ് എന്തോ ഉണ്ടെന്നെന്തോ പറഞ്ഞു കേട്ടല്ലേ പറഞ്ഞു സെക്കൻഡ് ഹാഫ് ചെറുങ്ങനെ. ഒരുപാട് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഉള്ള വർഷമാണിത്. പക്ഷെ നമ്മുടെ ബ്ലോക്ക് ബസ്റ്ററിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെക്കൻഡ് ഹാഫിൽ ലാഗുള്ള ബ്ലോക്ക് ബസ്റ്ററാണ്. ധ്യാൻ ശ്രീനിവാസൻ. അപ്പൊ ധ്യാൻ ശ്രീനിവാസനെ ഇഷ്ടമല്ലാത്ത മലയാളികൾ അധികാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇപ്പൊ ധ്യാൻ ശ്രീനിവാസന് ഭൂരിഭാഗം പേര്, ഞാൻ അടക്കമുള്ള എല്ലാവരും ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞാൽ ആസ് എൻ ആക്ടർ ആയിരിക്കില്ല ഭൂരിഭാഗം പേര് ഇഷ്ടപ്പെടുന്നത്. ഭൂരിഭാഗം പേര് ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ ആ ഒരു ഇന്റർവ്യൂവിനകത്ത് പുള്ളിയുടെ ആ ഒരു ജെനുവിനിറ്റിയും പുള്ളി ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പറയുന്ന ഓരോ കാര്യങ്ങൾ ഇതൊക്കെ കണ്ടിട്ടായിരിക്കും എല്ലാവർക്കും പുള്ളിനെ ഇഷ്ടം. അപ്പൊ എനിക്കും അതേപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പുള്ളി സാധാരണ ഇന്റർവ്യൂവിനകത്തൊക്കെ ചെയ്തേണ്ടതെന്ന് വെച്ചതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെ പിടിച്ച് ഏറിനകത്തേക്ക് വിടാം. അതായത് ഇപ്പൊ വിനീത് ശ്രീനിവാസനാണെങ്കിൽ അതേപോലെ ഇപ്പൊ എന്തെങ്കിലും പുള്ളി ഒരു കഥയൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരെ പിടിച്ചങ്ങോട്ട് എയറിലേക്ക് വിടലാണെന്നും പുള്ളിക്കാരൻ പരിപാടി. പക്ഷെ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരൻ വന്നിട്ടൊരു കാര്യം പറഞ്ഞു, ആവേശത്തിനെ പറ്റിയാണ് ഒരു സാധനം പറഞ്ഞത്. അപ്പൊ ഈ ഒരു സംഭവം പറഞ്ഞപ്പോൾ തന്നെ പുള്ളി അങ്ങോട്ട് എയറിനകത്തേക്കാണ് പോയി. അപ്പൊ ഈ ഒരു വിഷയം എന്താ നമ്മൾ നോക്കണമെങ്കിൽ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരൻ, അതായത് ഈ നമ്മുടെ ആവേശവും അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം ഈ രണ്ട് പടവും വിഷുവിന് ക്ലാഷ് ആയിട്ടായിരുന്നു വന്നേച്ചത്. അപ്പൊ ഞാൻ ഈ രണ്ട് പടവും കണ്ട ഒരാളാണ്. അപ്പൊ എന്നോട് പേഴ്സണലി ഏത് പടമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കാര്യം പറയും, ഇത് രണ്ടും നല്ല പടം തന്നെയാണ്. കാര്യം ഇപ്പൊ ആവേശം നമ്മൾ നോക്കണമെങ്കിൽ അത് അമ്മാതിരി ഒരു അഡ്രിനാലിൻ റഷാണ് ആ ഒരു പടം എന്ന് പറയാം. പക്ഷെ നമ്മൾ ആ വർഷങ്ങൾക്ക് ശേഷം നോക്കണമെങ്കിൽ അതൊന്നും തന്നെ പക്ക ഒരു ടിപ്പിക്കൽ നമ്മളെ പറയില്ലേ വിനീത് ശ്രീനിവാസന്റെ പടമാണ് അത്. അപ്പൊ ആ ഒരു രീതിക്ക് ആ ഒരു പടങ്ങൾ ഇപ്പൊ വിനീത് ശ്രീനിവാസന്റെ ആണെങ്കിൽ ഇതിന് മുമ്പ് വന്നേക്കുന്ന പടങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടേക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ ആ വർഷങ്ങൾക്ക് ശേഷം. കാര്യം അത് അങ്ങനത്തെ ഒരു ഫീൽ ഗുഡ് ടൈപ്പ് ഒരു പടം. അപ്പൊ ഈ രണ്ട് പടങ്ങൾ ഇപ്പൊ നമ്മൾ ക്ലാഷ് ആയിട്ടാണ് ഇത് രണ്ടും വന്നതെങ്കിലും ഇപ്പൊ നമ്മൾ നോക്കണമെങ്കിൽ വിഷുവിന് അങ്ങനെ ഒരു വിജയ് അല്ലെങ്കിൽ ഒരു വിന്നർ അങ്ങനെയൊന്നും അധികാരം ചിന്തിച്ചിട്ടൊന്നുമില്ല. കാര്യം ഇത് രണ്ടും നല്ല പടം ആയതുകൊണ്ട് തന്നെ ആരും അങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊന്നും ഇതിനെപ്പറ്റി ഒന്നും ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ ധ്യാൻ ശ്രീനിവാസൻ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം പറയാൻ തുടങ്ങി, അപ്പൊ ഇതിനേക്കാൾ നല്ലത് ഇതാണെന്നുള്ള രീതിക്ക്. ഇപ്പൊ എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ആവേശമാണ്. അത് കാര്യം ഇത് അമ്മാതിരി പടമാണ്. നമുക്ക് ആദ്യം തന്നെ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞ ആ ഒരു സംഭവം ഒന്ന് കേട്ടിട്ട് നമുക്കിത് ബാക്കി പറയാം. 12 വർഷം മുന്നേ ഇതുപോലൊരു പെരുന്നാളിൻ്റെ സമയത്താണ് തട്ടത്തിൻ മറയത്തും ഉസ്താദ് ഹോട്ടൽ ഇറങ്ങുന്നത്. അങ്ങനെ അന്ന് എനിക്ക് തോന്നുന്നു പെരുന്നാൾ അല്ല എനിക്ക് ഓർമ്മയുണ്ടല്ലോ, അന്ന് വിന്നറായിരുന്നു തട്ടം. അപ്പോൾ ഏട്ടൻ ഇന്നലെ ഭയങ്കര ടെൻഷനായിരുന്നു. പടം ഓടുന്നതല്ല, വിന്നറാവാൻ പറ്റൂലേ, നമ്പർ 1 വരൂ, നമ്പർ 1. ഞാൻ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട, ഞാൻ പറഞ്ഞെങ്കിലും വിന്നർ ആക്കിപ്പിക്കുന്നു, അതുകൊണ്ട് നമ്മളാണ് വിന്നർ. ഇങ്ങനെ ഒരു സംഭാഷണമേ നടന്നിട്ടില്ല എൻ്റെ അമ്മ സത്യം. ഓക്കെ. അപ്പൊ ഈ ഒരു സാധനം ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞപ്പോൾ തന്നെ, അതായത് ഞങ്ങൾ വിന്നർ ആണെന്നൊക്കെ ഉള്ള രീതിക്കുള്ള സംഭവം പറഞ്ഞപ്പോൾ തന്നെ അവിടെ വിനീത് ശ്രീനിവാസനാണെങ്കിൽ പുള്ളി ഫുള്ളൊരു ഡിപ്ലോമാറ്റിക്കിന് ആളാണ്. അപ്പൊ ഈ ഒരു സംഭവം കേട്ടപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു എൻ്റെ അമ്മ സത്യമായിട്ട് ഇങ്ങനെ ഒരു സാധനം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ചിലപ്പോൾ പുള്ളി പറഞ്ഞിട്ട് ഉണ്ടാവാം, പക്ഷെ എന്നാൽ ഇതേപോലെ പബ്ലിക്കായിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും പുള്ളി അവിടെ ഒതുങ്ങി അങ്ങോട്ട് ഇല്ലാണ്ടായി പോണായിരുന്നു ആ ഒരു സിറ്റുവേഷനകത്ത്. ഇതൊക്കെ ബാക്കിയാണ് സത്യം. ടെൻഷൻ ആയിരുന്നല്ലോ, പിന്നെ നമ്പർ 1 വരും നമ്പർ 2 ആവുമെന്ന്. കാരണം ഞാൻ പറഞ്ഞു പെട്ട പടം ഓടുമല്ലോ എന്താണെങ്കിലും അതുപോലെ ഇല്ല, എനിക്ക് വിന്നറാവണം. അല്ല സെക്കൻഡ് ഹാഫ് എന്തോ ഉണ്ടെന്നെന്തോ പറഞ്ഞു കേട്ടല്ലേ പറഞ്ഞു സെക്കൻഡ് ഹാഫ് ചെറുങ്ങനെ. എടാ മോനെ, ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞ ഈ ഒരു സാധനമാണ് പുള്ളിക്കാരൻ ഏറിനകത്തേക്ക് വിടാനായിട്ടൊരു കാരണമായത്. കാര്യം പുള്ളി പറഞ്ഞ് നമ്മുടെ ആവേശത്തിനകത്ത് സെക്കൻഡ് ഹാഫിനകത്ത് ലാഗ് ഉണ്ട് എന്നുള്ള രീതിക്കാണ് പുള്ളി അവിടെ പറഞ്ഞത്. അതായത് വിനീത് ശ്രീനിവാസൻ അങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിക്ക്, അതായത് സെക്കൻഡ് ഹാഫിൽ ഒരു ലാഗ് ഉണ്ടല്ലോ എന്നുള്ള രീതിക്ക് പറഞ്ഞു എന്നാണ് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത്. അപ്പൊ ആ ഒരു സംഭവം വന്നതോടെ എല്ലാവരും കമ്പയർ ചെയ്യാൻ തുടങ്ങി. അതായത് ആവേശത്തിനെയും അതേപോലെ വർഷങ്ങൾക്ക് ശേഷത്തിനെയും വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങി. ശരിക്കും ഞാനാണെങ്കിൽ ഈ രണ്ട് പടങ്ങളെയും വെച്ച് കമ്പയർ ചെയ്യില്ലായിരുന്നു. അതായത് ധ്യാൻ ശ്രീനിവാസൻ ഈ ഒരു സംഭവം വന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ കമ്പയർ ചെയ്യൂലായിരുന്നു ഈ ഒരു സാധനം. രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. ഇപ്പൊ നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ ഈ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നോക്കണമെങ്കിൽ ആ ഒരു പടത്തിനകത്തൊന്നും എനിക്ക് ഇപ്പൊ ഈ ഹൃദയമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. എത്ര പേർക്ക് ഹൃദയം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാ. കാര്യം അത് അങ്ങനത്തെ ഒരു ഫീലായിരുന്നു കണ്ടപ്പോഴത്തേക്ക് കിട്ടിയത്. പക്ഷേ ഇപ്പൊ അത് കണ്ടിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് അത് ക്രിഞ്ചാണ്, അങ്ങനത്തെ പല രീതിക്കും പലരും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷത്തിനകത്ത് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കാര്യം ഇത് ഭയങ്കര ഇത് എന്താണ് ഇത് ഭയങ്കര ക്രിഞ്ചാണല്ലോ അങ്ങനത്തെ രീതിക്കൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ നിവിൻ പോളി വന്നതിന് മുമ്പുള്ള ആ ഒരു ഏരിയ ഉണ്ട്, അത് അത്ര ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് പേഴ്സണലി ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, നിവിൻ പോളിയെ വന്നു കഴിഞ്ഞപ്പോഴാണ് പടം അങ്ങോട്ട് ഒന്നും ഭയങ്കര രീതിക്കാണ് ചാർജ് ആയതെന്ന് ഞാൻ അങ്ങനെ പറയുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ നിവിൻ പോളി വന്നതിന് മുമ്പുള്ള സമയം നമുക്ക് വേണമെങ്കിൽ അതിനെ കുറച്ച് ലാഗുന്നോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ വിളിക്കാം. കാര്യം വർഷങ്ങൾക്ക് ശേഷത്തിന്
വർഷങ്ങൾക്ക് ശേഷം പോട്ടെ, നമ്മുടെ ആവേശത്തിന്റെ സെക്കൻഡ് ഹാഫില് ആ ഒരു ഏരിയനകത്ത് ഇത്തിരി അതായത് അതിന് മുമ്പത്തെ ഫസ്റ്റ് ഹാഫിനകത്തുണ്ടായ ആ ഒരു എനർജി സെക്കൻഡ് ഹാഫിനകത്തേക്ക് വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് ഡ്രോപ്പ് ആവണ പോലെ എനിക്ക് തോന്നിയായിരുന്നു ആവേശത്തിനകത്ത്. പക്ഷെ അതിനെവിടെയും ഒരു ലാഗായിട്ടോ അല്ലെങ്കിൽ അത് പടത്തിന് ഭയങ്കര മോശമായിട്ടോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. ആ ഒരു സ്റ്റേജിനകത്ത് മാത്രമല്ല ധ്യാൻ ശ്രീനിവാസൻ ഈ ഒരു സംഭവം പറഞ്ഞു. ഇനി അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴും ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് ഈ ഒരു സെയിം സംഭവം തന്നെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടു. 12 വർഷം മുന്നേ ഇതുപോലൊരു പെരുന്നാൾ സമയത്ത് 2 പടമാണ്, തട്ടത്തിൻ മറയത്ത്, അന്ന് നമ്മളാണ് 2 നല്ല പടം, ഗംഭീര പടം നമ്മൾ നോക്കി. ചരിത്രം ആവർത്തിക്കും. ഓക്കെ, അപ്പൊ ധ്യാൻ ശ്രീനിവാസൻ ഇവിടെ ചരിത്രം ആവർത്തിക്കുന്നു, ഇത് ഞങ്ങൾ തൂക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള സംഭവം വന്നിട്ട് പിന്നെയും ഓരോ ക്യാമറ കാണുമ്പോഴും പുള്ളി ഈ ഒരു സെയിം സാധനം തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഈ ഒരു പടത്തിന്, അതായത് വർഷങ്ങൾക്ക് ശേഷത്തിന് അതൊരു നെഗറ്റീവായിട്ട് വരുന്നത്. കാര്യം ഇപ്പൊ വേറെ അധികം ആരും അങ്ങനെ ഈ ഒരു പടത്തിന് അത് നെഗറ്റീവ് പറയുന്നതോ അങ്ങനെയൊന്നും ഞാൻ കേട്ടില്ല. പക്ഷേ ധ്യാൻ ശ്രീനിവാസൻ ഈ ഒരു സാധനം പറഞ്ഞതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കും, ആവേശത്തിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നെഗറ്റീവ് അങ്ങനെ ചിന്തിക്കും. ഞാൻ പറയണതെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ആവേശത്തിനൊന്നും വെച്ചിട്ട് നമുക്ക് വർഷങ്ങൾക്ക് ശേഷം കമ്പയർ ചെയ്യാൻ പറ്റൂല. ആവേശം അമ്മാതിരി റേഞ്ച് ഒരു പടമാണ്, അമ്മാതിരി തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അത് കണ്ടപ്പോഴത്തേക്കും കിട്ടിയത്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു മൂഡല്ല, അത് വേറൊരു മൂഡ് സാധനമാണ്. അപ്പൊ അതിന് രണ്ടിനും വെച്ചിട്ട് കമ്പയർ ചെയ്യരുതെന്ന് അറിഞ്ഞ് ഞാൻ പറയുള്ളൂ ഈ ധ്യാൻ ശ്രീനിവാസൻ ഈ ഒരു സാധനം പറയുന്നതിന് മുന്നേ തന്നെ. അപ്പൊ ഇപ്പൊ ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഇപ്പോഴേ പറഞ്ഞേക്കാം, നേരത്തെ പറഞ്ഞാണ്, അത് എനിക്ക് ആവേശമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട. ആ ഒരു ഫീൽ എന്തായാലും വർഷങ്ങൾക്ക് ശേഷം എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി നമ്മുടെ ബുക്ക് മൈ ഷോനകത്ത് ഈ ഒരു നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞല്ല അവർ കപ്പ് തൂക്കിയെന്ന്. ഇനി ബുക്ക് മൈ ഷോനകത്ത് റേറ്റിംഗും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. അപ്പൊ റേറ്റിംഗിനകത്ത് നോക്കുകയാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷത്തിനുള്ള റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 8.3 ആണ് അതിനുള്ള റേറ്റിംഗ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ 34K ആൾക്കാർ വോട്ട് ചെയ്തേക്കുന്നതിനകത്താണ് ഈ 8.3 കിട്ടിയേക്കുന്നത്. ഇനി ആവേശത്തിന് നോക്കുകയാണെങ്കിൽ 9.3 ആണ്, അതായത് 10 റേറ്റിംഗ് കൂടുതലാണ് മറ്റേതിനേക്കാളും, വർഷങ്ങൾക്ക് ശേഷത്തിനേക്കാൾ ആവേശത്തിന്. എന്നിട്ടും ധ്യാൻ ശ്രീനിവാസൻ പറയാനാണ് ഞങ്ങൾ കപ്പ് തൂക്കിയെന്ന്. എന്ത് വർത്താനമാണത് എനിക്ക് മനസ്സിലാവുള്ള, എന്തർത്ഥത്തിലാണാവോ ഒരു കപ്പ് തൂക്കിയത്. ഇനിയിപ്പോൾ നമ്മുടെ ജിത്തു മാധവൻ, അതായത് ഈ വർഷങ്ങൾക്ക് ശേഷം പിന്നെയും കയറി വരുന്നത് ആവേശത്തിന്റെ ഡയറക്ടറായിട്ടുള്ള ജിത്തു മാധവൻ ഈ ഒരു വിഷയത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറച്ചുള്ളൂ കേട്ടോ, അതായത് എന്താണ് പുള്ളിയുടെ റെസ്പോൺസ് അതും കൂടെ ഒന്ന് കേട്ടു. ഒരുപാട് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഉള്ള വർഷമാണിത്. പക്ഷെ നമ്മുടെ ബ്ലോക്ക് ബസ്റ്ററിന് ഒരു പ്രത്യേകത ഉണ്ട്, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെക്കൻഡ് ഹാഫിൽ ലാഗുള്ള ബ്ലോക്ക് ബസ്റ്ററാണ്. ഓക്കെ, അപ്പൊ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞ ആ ഒരു സാധനത്തിനെയാണ് ഇവിടെ ഊക്കി വിട്ടേക്കുന്നത് പുള്ളിക്ക്. അതായത് സെക്കൻഡ് ഹാഫിനകത്ത് ലാഗ് ഉണ്ട്, അങ്ങനത്തെ ഒരു ബ്ലോക്ക് ബസ്റ്ററാണ് ഞങ്ങളുടെ എന്നുള്ള രീതിക്കാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്കും നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ആവേശമാണ് ദ ബെസ്റ്റ് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാര്യം ആവേശം കപ്പ് കൊണ്ടോ എന്ന് ഞാൻ പറയുള്ളൂ. കാര്യം അമ്മാതിരി പടമാണ്. ഇപ്പൊ നമ്മുടെ ഫാഫയുടെ അഴിഞ്ഞാട്ടമാണ് അതിനകത്ത്, ആ രംഗയുടെ മോനെ ആ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, അത് വരുമ്പോൾ തന്നെ ആ ഫസ്റ്റ് ഹാഫ് മാത്രം എടുത്തങ്ങ് മാറ്റി വെച്ചാലുണ്ടല്ലോ അത് തന്നെ ഒരു വേറെ റേഞ്ച് പടമായിട്ട് നമുക്ക് വെക്കാൻ പറ്റിയ രീതിക്കാണ് ഈ ആവേശം വെച്ചേക്കുന്നത്. പിന്നെ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ ലാസ്റ്റ് ആ ഫൈറ്റും ആ ഫാഫയുടെ ആ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ അത് എല്ലാവരും തിയേറ്ററിനകത്ത് പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. കാര്യം ഇപ്പം കണ്ടവർ പറയുന്നത്, അതേപോലെ ഇപ്പം ഈ സ്റ്റാറ്റസ് ഒക്കെ ഓരോരുത്തന്മാരൊക്കെ എടുത്തിട്ട് കളയും, അതൊക്കെ കണ്ടിട്ട് വെറുതെ സ്പോയിൽ ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം 2 പടവും തിയേറ്ററിനകത്ത് പോയി കാണാൻ നോക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ഈ വീഡിയോ താഴെ കമന്റ് ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് അത്ര തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.